ഹായ് ഗായ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിമിനെ കുറിച്ചാണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പേപ്പറിലെ ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന റോബർട്ട് സെമക്കിസ് എഴുതിയിട്ടുള്ള ഒരു ഫിലിം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ചെറിയ ഫിലിമാണ്. ഒരു ഹൈ IQ ഉള്ള, IQ മീൻസ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. നമ്മൾ പറയാറില്ല നിനക്ക് അത്ര IQ ഉണ്ട്, ഐൻസ്റ്റീൻ അത്ര IQ ഉണ്ടായിരുന്നു പറയാറുണ്ട്. സോ ബുദ്ധി അത്രയുള്ള ഒരാളെയാണ് നമ്മൾ IQ'd പേഴ്സൺ എന്ന് വിളിക്കുക. സോ അത്തരത്തിലുള്ള ഒരാളുടെ ഡെയിലി ലൈഫിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ മൂവിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സോ ഫോറസ്റ്റ് ഗംപ് എന്നാണ് ആ ഫിലിമിൻ്റെ ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ റോബർട്ട് സെമക്കിസ്. ഒരു അമേരിക്കൻ ഫിലിമാണ്. 1994 അറ്റ്മോസ്ഫിയറിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണിത്. അപ്പം എന്താണ്, ഒരു 30 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ പറഞ്ഞു പാടി നടന്നപ്പെട്ട ഒരു സാധനമായിരുന്നു. അപ്പോൾ ഒരു ഡിസേബിൾഡ് മാൻ്റെ, ടോം ഹാങ്ക്സ് എന്ന് പറയുന്ന ഒരു ഡിസേബിൾഡ് മാൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ സ്റ്റോറി. ഫോറസ്റ്റ് ഗംപ് 1994, which is directed by റോബർട്ട് സെമക്കിസ്. സെമക്കിസ് എന്ന് പറയുന്ന ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണത്. 1995 എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാഡമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഫിലിം ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുമ്പോൾ ഏതാണോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എസ്സി ഒക്കെ എഴുതുമ്പോൾ അതിന് അവാർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഓതറുടെ സ്പെഷ്യാലിറ്റീസ്, ഈ സ്റ്റോറിയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതി വെക്കാം. ഓക്കെ, സോ ഫോറസ്റ്റ് ഗംപ്. It is an American film released in 1994 that chronicled 30 years thoroughly the early 1980s. സോ 1950 തൊട്ട് ഞാൻ പറഞ്ഞു 1980 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു കഥയാണ് എന്ത്, ടോം ഹാങ്ക്സ് എന്ന് പറയുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ബുദ്ധിമാന്ദ്യമുള്ള ഒരാളുടെ കഥയാണ് എന്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന ഈ സ്റ്റോറി. In unlikely fable that earned critical praise. Fable means story. ഒരു ക്രിട്ടിക്കൽ പ്രൈസ്, അങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന ഒരു സംസാര വിഷയമായ ഒരാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, കുറേ ആൾ അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. ലാർജ് ഓഡിയൻസ് ആൻഡ് 6 അക്കാഡമി അവാർഡ്സ് ഇൻക്ലൂഡിങ് ബെസ്റ്റ് പിക്ചർ. ആ സമയത്തെ ഏറ്റവും നല്ല സിനിമ എന്നുള്ള അവാർഡ് പോലും ഈ ഫിലിമിന് ലഭിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫിലിമിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. നോട്ട്സ് ഞാൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ നോട്ട്സോടെ കൂടെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 100% പഠിച്ചാലാണ് ഒരു 80% എങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുള്ളൂ. ജസ്റ്റ് സമ്മറി പോയി പഠിച്ചെഴുതുക എന്നുള്ളതല്ല എക്സാം. നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ട. ഈ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കണം, നീ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. സോ അതിനും കൂടെ നിങ്ങൾ ഫ്യൂച്ചറിൽ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു തരുന്നത്. സമ്മറികൾ മാത്രം ലഭിക്കുന്ന വീഡിയോസ് ഉണ്ടാവും, അത് മാത്രം വേണ്ടവരെന്ത് ചെയ്യുക, അത് പോയി കാണുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്തു തരുന്നത്. ഓക്കെ, ദ ഫിലിം ഓപ്പൺസ് വിത്ത് ഫോറസ്റ്റ് ഗംപ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഇൻ സാവന്ന. അപ്പോൾ നമ്മൾ ഹാങ്സ് എന്ന് പറയുന്ന ആളെയാണ് ഇതിൽ ഗംപ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഫിലിം ഓപ്പൺസ് വിത്ത് ഫോറസ്റ്റ് ഗംപ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഇൻ സാവന്ന. സാവന്ന എന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, നമ്മൾ ടോം ഹാങ്സ് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൂടെയാണ് നമ്മൾ ഫസ്റ്റ് സീനായിട്ട് ഈ ഫിലിം ബിഗിൻ ചെയ്യുന്നത്. ജോർജിയയിലെ ഒരു പ്ലേസ് ആണ് എന്ത്, സാവന്ന എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നറേറ്റിംഗ് ഹിസ് ലൈഫ് സ്റ്റോറി ടു എ വേരിയസ് സ്ട്രേഞ്ചർ ഹൂ ഇസ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം. എന്ത് ചെയ്യണം, അടുത്തിരിക്കുന്ന ഇതുവരെ കണ്ടിട്ട് പോലും ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ട്രേഞ്ചറോട് എന്ത് ചെയ്യാണ്, തൻ്റെ ജീവിതകഥകൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളുടെ ടോം ഹാങ്സ്. അടുത്ത് വന്നിരുന്ന ഒരാളാണ്. ആളോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, ലൈഫിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വിടാതെ വാതോതാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംപ്, വിച്ച് മീൻസ് നമ്മളുടെ ഡിസേബിൾഡ് മാൻ ടോം ഹാങ്സ്. The plot unfolds in a series of flashback. എന്ത് ചെയ്യാണ്, തൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ട്രേഞ്ചർക്ക് ടോം ഹാങ്സ്. ആസ് എ ചൈൽഡ്, ഫോറസ്റ്റ് played by Michael Connor Humphreys lives with his single mother Sally Field in Greenboro. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഫോറസ്റ്റ് ഗംപിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് ഇതിൽ പോർട്രേ ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് മൈക്കൽ കോണർ ഹംഫ്രീസ് എന്ന ആളാണ് ഈ സിനിമയിൽ നമ്മൾ ഫോറസ്റ്റ് ഗംപായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ടോം ഹാങ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേ ചെയ്തിട്ടുള്ളത്. മൂപ്പര് എന്ത് ചെയ്യണം, മൂപ്പരുടെ ചെറുപ്പകാലം തൊട്ടേയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അമ്മയോടൊപ്പം ജീവിക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിംഗിൾ മദറാണ്, അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ വിട്ടുപോയിട്ടുണ്ട്. അമ്മയുടെ പേരാണ് സാലി ഫീൽഡ്.
എവിടെയായിരുന്നു അവർ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത്? ഗ്രീൻബോ വിച്ച് ഈസ് എ പ്ലേസ് ഇൻ അലബാമ എന്ന സ്ഥലത്തായിരുന്നു അവൻ ചെറുപ്പത്തിലൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. ഹി ഹാസ് ആൻ IQ ഓഫ് 75 ആൻഡ് ബിയേഴ്സ് ബ്രേസസ് ഓൺ ഹിസ് ലെഗ്, but his mother has raised him to believe that he is no different from anyone else. എന്തുണ്ട്, അവന് IQ എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ IQ 75 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ അമ്മ ബാക്കിയുള്ളവരിൽ നിന്ന് വേർതിരിക്കാതെ അവരെ പോലെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ. On his first day on the school bus, a little girl named Jenny is the only child who will allow him to sit next to her. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസേബിൾഡ് ആളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളൊന്നും അവൻ്റെ അടുത്തിരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ സ്കൂൾ ബസ്സിൽ അവനെ അടുത്തിരിക്കാൻ സഹായിച്ചിരുന്നത് ജെനി എന്ന് പറയുന്ന ഒരു ഗേള് മാത്രമാണ്. ആ ക്യാരക്ടർ പ്ലേ ചെയ്ത ആളായിരുന്നു ഹന ഹാൾ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്. സോ ഈ ലേഡി മാത്രമായിരുന്നു, ഈ കുട്ടി മാത്രമായിരുന്നു സ്കൂൾ ബസ്സിൽ അവനെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിരുന്നത്. വൺ ഡേ വെൻ ഹി ഈസ് ബീങ് ചേസ്ഡ് ബൈ ബുള്ളീസ്, ഹിസ് ബ്രേസസ് fall off and discovers that he can run swiftly. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ബുള്ളീസ് അവനെ ആക്രമിക്കാനായിട്ട് വേറെ കുറെ കുട്ടികൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ. അപ്പം എന്ത് ചെയ്യണം, അവൻ വീഴുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഴുന്നുണ്ട്, അവനെ ആക്രമിക്കാൻ വരിക എന്ന് കണ്ടപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ വേഗത്തിൽ ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഓടാനും ചാടാനും ഒക്കെ കഴിവുണ്ട് എന്ന്. This ability gets to him on to the football team in high school and earns him a scholarship to the University of Alabama in the സ്പോട്ട്. അപ്പോൾ ആ ബുള്ളികൾ ആക്രമിക്കാൻ വരുമ്പോഴാണ് അവരെ നിന്ന് ഓടുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് എന്ത് ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് ഓടാനും ചാടാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇതെന്ത് ചെയ്യണം, ഹൈസ്കൂളിൽ അവനൊരു സ്കോളർഷിപ്പ് ലഭിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫുട്ബോൾ ടീമിൽ അവൻ കയറി പറ്റുന്നുണ്ട് അവന്റെ കഴിവ് കൊണ്ട്. എന്ത് ചെയ്യണം, എന്നിട്ട് അവന് ഒരു ഹൈസ്കൂളിൽ, അലബാമയിലെ ഒരു ഹൈസ്കൂളിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നുണ്ട്. ഹി ഗ്രോസ് അപ്പ് ടു ബി സിമ്പിൾ ആൻഡ് ഗൈഡ്ലെസ് മാൻ. ഇപ്പം എന്ത് ചെയ്യണം, വളരെ ഒരു സാധാരണമായ ജീവിതം നയിച്ചുകൊണ്ട് വരുന്ന ഒരാളായിട്ടാണ് നമ്മളുടെ വളർന്നു വരുന്നത്, ഗംബ് വളർന്നു വരുന്നത്. ഓക്കെ. ഗം ജോയിൻ ദ US ആർമി ആൻഡ് സെൻഡ് ടു വിയറ്റ്നാം. അപ്പൊ അവന്റെ കഴിവുകളൊക്കെ കൊണ്ട് തന്നെ ആർമിയിൽ അവൻ കുറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. എന്ത് ചെയ്യണം, അവൻ ഗംബ് US ആർമിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു മിഷന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ വിയറ്റ്നാമിലേക്ക് അയക്കുന്നുണ്ട്. ഓക്കെ. He becomes close to fellow recruit Bubba Blue. എന്ത് ചെയ്യാണ്, അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു ബുബ്ബ ബ്ലൂ എന്ന് പറയുന്ന മൈക്കൽ ടി വില്യംസൺ പ്ലേ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ who persuades Gum that they will operate a shrimp boat together when they have been released from the service, and to his commanding officer Lieutenant Dan Gary Smith. അപ്പോൾ എന്ത് ചെയ്യണം, ആർമിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കുറേ ദൂരെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. However, Bubba is killed, and Gum saves Lieutenant Dan in a battle in which Dan loses his legs and Gum is wounded. എന്ത് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയറ്റ്നാമിലാണ് ഇരിക്കുന്നത്. പക്ഷെ യുദ്ധത്തിൽ എന്ത് ചെയ്യണം, ബുബ്ബ എന്ന് പറയുന്ന ആ ഫ്രണ്ട്, ആ മിലിറ്ററി ഓഫീസർ കൊല്ലപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഡാൻ എന്ന് പറയുന്ന ആളെ നമ്മളുടെ രക്ഷിക്കുന്നുണ്ട്, നമ്മളെ ഗംബ് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഡാനിന്റെ 2 കാലുകളും നഷ്ടപ്പെടുന്നുണ്ട്. കുറെ കുറെ ഡീപ്ലി വൂണ്ടഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മുറിവൊക്കെ ഏൽക്കുന്നുണ്ട് ആർക്ക്, ഗംബിനും. ഓക്കെ. ഗംബ് ഈസ് അവാർഡഡ് ദ മെഡൽ ഓഫ് ഹോണർ. അപ്പൊ അവന്റെ ഈ ധൈര്യപ്രവൃത്തിക്ക് എന്ത് ചെയ്യാണ്, തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫെലോ ഓഫീസറെ ജീവൻ പണയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ രക്ഷിക്കുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യാണ്, അവന് മെഡൽ ഓഫ് ഹോണർ, അവന് ഹോണററി ഒരു മെഡല് ലഭിക്കുന്നുണ്ട്. ഓക്കെ. വൈ ഹി ഈസ് റെക്യുപ്പറേറ്റിംഗ്, he learns to play table tennis well enough to defeat Chinese table tennis champion and become famous for his skills. അപ്പം ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ വോണ്ടഡ് ആയിട്ടുള്ള സമയത്ത് അവൻ എന്ത് ചെയ്യണം, ടെന്നീസ് കളിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അതിലെന്ത് ചെയ്യണം, അവൻ പ്രാഗൽഭ്യം നേടിയെടുക്കുകയാണ്. അങ്ങനെ പഠിച്ചവൻ എന്ത് ചെയ്യണം, ഒരു ചൈനീസ് ചാമ്പ്യനെ വരെ ടെന്നീസിൽ തോൽപ്പിക്കുന്നുണ്ട്. After his discharge, Gum finds himself at an anti-war rally where he encounters a bitter and alcoholic Lieutenant Dan and his beloved Jenny, who is following hippie lifestyle. അപ്പം എന്ത് ചെയ്യാണ്, അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ടെന്നീസൊക്കെ കളിച്ച് ഇങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് അവൻ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാണ്, ഇതിന് ശേഷം ആർമിയിലേക്ക് പോകുന്നില്ല, ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാണ്, ആന്റി വാർ റാലികളിലൊക്കെ പങ്കെടുക്കാൻ തോന്നി. യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആര് വരുന്നുണ്ട്, നമ്മളുടെ ഗംബ് വരുന്നുണ്ട്. ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റാലിയിൽ വെച്ചിട്ട് കള്ളു കുടിച്ചിങ്ങനെ അലഞ്ഞിതിരി നടക്കുന്ന ഡാനിനെ അവന്റെ ബിലവടി ആര് കാണുന്നുണ്ട്, നമ്മളുടെ ഗംബ് കാണുന്നുണ്ട്. ഓക്കെ.
അവർ ഫോളോ ചെയ്യുന്ന ഒരു ഹിപ്പി ലൈഫ് സ്റ്റൈലാണ്. ഹിപ്പി മീൻസ് ഒരു ഡ്രങ്കാർഡ്, അതേപോലെ തന്നെ ഓപ്പൺ വേൾഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു രണ്ടുപേരും ഫോളോ ചെയ്യുന്നത്. ഗം ലേറ്റർ റിട്ടേൺസ് ടു അലബാമ ആൻഡ് ബൈസ് എ ഷ്രിമ്പിംഗ് ബോട്ട്. ഇപ്പൊ എന്ത് ചെയ്യാണ്, അവന്റെ മരിച്ച കൂട്ടുകാരന്റെ ബുബയുടെ ആഗ്രഹപ്രകാരം എന്ത് ചെയ്യാണ്, ആർമിയിൽ നിന്ന് വിട്ടിട്ട് തിരിച്ച് അലബാമയിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ഷ്രിംപ് ബോട്ട് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, Lieutenant Dan joins him in creating a wildly successful Bubba Gum Shrimp Co. എന്ത് ചെയ്യാണ്, ലെഫ്റ്റനന്റ് ഡാനും അവനൊപ്പം ഈ ബോട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അവനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റനന്റ് ഡാൻ ഇൻവെസ്റ്റ് ദ പ്രോഫിറ്റ്സ് ഇൻ ആപ്പിൾ കമ്പ്യൂട്ടർ ആൻഡ് ബോത്ത് മെൻ ബിക്കം വെൽത്തി. ഇവരെന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ നിന്ന പൈസയൊക്കെ ആപ്പിൾ എന്ന സോഫ്റ്റ്വെയറിൽ, നമ്മളെ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. അതോടുകൂടി ആപ്പിൾ ക്ലിക്കായി അവർ വെൽത്തി റിച്ച് മാൻ ആയിട്ട് മാറുന്നുണ്ട്. ആഫ്റ്റർ ജെനി ഡിക്ലൈൻസ് ഹിസ് പ്രപ്പോസൽ ഓഫ് മാരേജ്, ഗം സ്പെൻഡ്സ് ദ നെക്സ്റ്റ് 3.5 years റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് ദ കൗൺട്രി ബിഫോർ റിട്ടേണിങ് ഹോം. അപ്പൊ എന്ത് ചെയ്യാണ്, ഡാൻ നമ്മളെ ജെന്നിനെ പ്രപ്പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അവിടെ ഒപ്പം ഉണ്ടായിരുന്ന ബില്ല് അവിടെ, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3-4 വർഷത്തോളം അവർ ഒരുമിച്ചായിരുന്നു. ജെന്നി ദെൻ ഇൻട്രൊഡ്യൂസസ് ഗം ടു ദെയർ സൺ ഹാലി ജോയൽ ഓസ്മെന്റ്. ഗം ആൻഡ് ജെന്നി ആർ മാരീഡ് ഷോർട്ട്ലി ബിഫോർ ജെന്നി ഡൈസ് ഫ്രം വാട്ട് മേ ബി ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡാനെ ഇവള് റിജക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഗംബിനെ ഇവർക്ക് ചെറുത് തോതിൽ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ പാരന്റ്സിന് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ കൊടുക്കുക ചെയ്തു, പക്ഷേ അവൾ എന്ത് ചെയ്യാണ്, ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് മരിക്കുന്നുണ്ട്. ഓക്കെ, throughout the film, Gum becomes involved in numerous important events in American history that occur in that time period. സോ ജെന്നി മരിക്കുന്നതോടുകൂടിയാണ് നമ്മൾ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ അമേരിക്കയുടെ ഹിസ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മളെ ഗംബ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ സ്റ്റോറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ Forrest Gump was based on the 1986 novel of the same name by Winston Groom. വിൻസ്റ്റൺ ഗ്രൂം എന്ന് പറയുന്ന ഒരാളുടെ ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതപ്പെട്ടിരുന്നു. അതിന്റെ മൂവി വേർഷൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന റോബർട്ട് സെമിക്കിസ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി. Used computer-generated effect to insert Forrest into historical scenes, including meetings with presidents and celebrities, and used a greatest hits soundtracks to involve a sense of time and place. കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തോടെ കുറെ ഗ്രാഫിക്സും സൗണ്ട് എഫക്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മൂവി റോബർട്ട് സെമിക്കിസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദ മൂവി ഈസ് വാം, കോമിക് സ്പിരിറ്റ് മെയ്ഡ് ഇറ്റ് ഫേവർ ഓഫ് മെനി വ്യൂവേഴ്സ്. ത്രൂ അതേഴ്സ് ഡിക്രൈഡ് ആസ് എ ക്ലീഷേ റിട്ടൽ. അപ്പൊ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വിഭാഗക്കാർ പറഞ്ഞു ഇത് ഭയങ്കര ക്ലീശയാണ്, അതായത് എന്നും നടക്കുന്ന സംഭവമാണ്, ക്ലീശയുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാങ്സ് won a rare second consecutive best actor Oscar for his portrayal of Gump. The film marked Osman's film debut and made Sinis previously best known for his stage work, a movie star. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കുറെ തരത്തിലുള്ള അവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ഗംബിന്റെ ക്യാരക്ടറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തരത്തിലുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. In 2003, Sinis created the Let Dan Band, a cover band that perfumed the US Zoo shoes and benefits the disabled veterans. അപ്പൊ ഇതിന്റെ പേരിൽ ഡാൻ ബാൻഡ്, ലെഫ്റ്റനന്റ് ഡാൻ ബാൻഡിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൂവിക്ക് ശേഷം ഒരു ബാൻഡ് പോലും, മ്യൂസിക്കൽ ബാൻഡ് പോലും അമേരിക്കയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദ ബുബ്ബ ഗം ഷ്രിംപ് കോ, ചെയിൻ ഓഫ് കാഷ്വൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഫൗണ്ടഡ് ഇൻ 96. അപ്പൊ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ബോട്ടിന്റെ പേരായിരുന്നു എന്ത്, ബുബ്ബ ഗം ഷ്രിംപ്. എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇതിന് ശേഷം അതുപോലെയുള്ള റെസ്റ്റോറന്റ് പോലും 1996 സീ ഫുഡിന്റെ പേരിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. In 1996 was named after the fictional shrimping enterprise in the film. അപ്പൊ അതിലെ ആ ബോട്ട് കണ്ടിട്ട് ആളുകൾ ഇതിന് ഇൻസ്പയർ ആയിട്ട് എന്ത് ചെയ്താൻ തുടങ്ങി, പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ് വരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എഴുതി വെക്കാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ മൂവി ഫോറസ്റ്റ് ഗംപ് ബൈ റോബർട്ട് സെമിക്കിസ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ മൂവിയുടെ ലിങ്കും ഈ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം. താങ്ക് യു.